ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യേയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വലിയ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് ദുരന്ത മുഖങ്ങളെ നോക്കി പാർക്കുവാൻ നാളിതുവരെ പ്രാർത്ഥിക്കുന്നത്. ഒരിക്കൽ കൂടി ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി സ്തുതിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് ഗായക സംഘത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, നിന്റെ ശക്തി ഈ സമയം ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സിഹിയോൻ മാളികയിൽ ദൈവമാതാവിനോട് പ്രാർത്ഥിച്ച അപ്പോസ്തല സമൂഹത്തിലേക്ക് ആത്മാവിന്റെ അഗ്നി അയച്ചതുപോലെ ഞങ്ങളുടെ ഈ സമൂഹത്തിലേക്കും ആത്മാവിന്റെ ശക്തി അയക്കണമേ. പുത്തൻ പന്തക്കുസ്ത അനുഭവം നൽകണമേ. സാക്ഷികളാക്കി തീർക്കണമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കും. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും
ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങൾ കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ.
ജീവിത ദുരിതങ്ങളെ സമർപ്പിച്ച് യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ പൊന്നൂശോയ്ക്കും എനിക്ക് ലഭിച്ച ഈ അനുഭവ സാക്ഷ്യം ഈ ഒരു അൾത്താരയിൽ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ പേര് ഷീബ റാഫേൽ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ തൃശ്ശൂരിൽ തന്നെ സെൻറ്റ് തോമസ് കോളേജിൽ അധ്യാപികയായി അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ഞാൻ ജോലി ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കോളേജ് അധ്യാപകർക്ക് വേണ്ട യോഗ്യതകളിൽ ഒന്നാണ് PhD പഠനം. അതുമായി ബന്ധപ്പെട്ട് 2017 ഞാൻ എൻ്റെ PhD ഗവേഷണം ഞാൻ ആരംഭിച്ചു. ഞാനൊരു സുവോളജി പഠിപ്പിക്കുന്ന അധ്യാപികയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഗവേഷണത്തിനായി തിരഞ്ഞെടുത്ത വിഷയം ഇരട്ടവാലൻ, അതായത് നമ്മുടെ ബുക്കുകളിലെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ഇൻസെക്റ്റാണ്. ഇംഗ്ലീഷിൽ അതിനെ സിൽവർ ഫിഷ് എന്നാണ് പറയുന്നത്. ഇരട്ടവാലനിലാണ് ഞാൻ ഗവേഷണം ആരംഭിച്ചത്. ആ ഒരു ടോപ്പിക്ക് ഞാൻ സെലക്ട് ചെയ്യാനുള്ള കാരണം, ആ ഒരു മേഖലയിൽ കേരളത്തിൽ ഇന്നോളം ആരും തന്നെ വർക്ക് ചെയ്തിട്ടില്ല, ഗവേഷണം നടത്തിയിട്ടില്ല. ഇന്ത്യയിലും വളരെ റെയറായിട്ട് മാത്രമുള്ള ചെറിയ ചെറിയ ഗവേഷണങ്ങൾ മാത്രമാണ് പുറത്തോട്ട് വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ നടക്കുന്നത് ഓസ്ട്രേലിയയിലാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഗൈഡ് എനിക്ക് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും തന്നു. അതിൽ നമുക്ക് ഗവേഷണം ആരംഭിക്കാം. കാരണം ആരും ചെയ്യാത്ത ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പം അതിന് കുറച്ചും കൂടി റെലവൻസ് കൂടുതലാണല്ലോ. അങ്ങനെ 2017 ഞാൻ ഗവേഷണം ആരംഭിച്ചു. പക്ഷേ 2 വർഷത്തോളം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ ഞാൻ നടത്തി. പക്ഷേ എനിക്ക് മനസ്സിലാക്കി, ഞാൻ കേരളത്തിലുള്ള പല ജില്ലകളിലും നടന്ന് ഈ ഒരു ഇൻസെക്റ്റിനെ മാക്സിമം ഞാൻ കളക്ട് ചെയ്തു. പക്ഷേ ഇൻസെക്റ്റിനെ അതിൻ്റെ ഡൈസെക്ഷൻ ചെയ്യണം, മൈക്രോസ്കോപ്പിലൂടെ നമ്മളതിൻ്റെ സ്ട്രക്ചർ പഠിക്കണം. അതിനുശേഷമാണ് അത് ഏത് സ്പീഷീസാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ 2 വർഷം ഞാൻ ഈ ഒരു ഇൻസെക്റ്റുമായിട്ട് എൻ്റെ ലാബിൽ മണിക്കൂറുകളോളം, ദിവസങ്ങളോളം, മാസങ്ങളോളം ഞാൻ ചിലവഴിച്ചു. പക്ഷേ ഇതിനെക്കുറിച്ച് പഠിക്കാനോ ഇതിനെ എനിക്ക് ഡൈസെക്റ്റ് ചെയ്യേണ്ട മെത്തേഡ് ഏതാണെന്നോ ഒന്നും തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇതിന് വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻസ് പറഞ്ഞു തരാനായിട്ട് കേരളത്തിൽ ആരും തന്നെ ഇല്ല. ഇന്ത്യയിൽ ഒരേ ഒരാളാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ആളായിട്ട് ഞാൻ പല മെയിൽ അയച്ചെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് കോണ്ടാക്റ്റ് ഒന്നും എനിക്ക് ലഭിച്ചില്ല. അങ്ങനെ ഞാൻ എൻ്റെ കഴിവിൽ തന്നെ ഞാൻ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വീണ്ടും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഞാൻ ചെലവഴിച്ചു. 2017 തുടങ്ങിയ റിസർച്ച് 2022 വരെ ഞാൻ കൊണ്ടുപോയി. പക്ഷേ ഒരു ഇമ്പ്രൂവ്മെൻറ്റും അതിനകത്ത് നടന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ജൈവശാസ്ത്രത്തിൽ ഗവേഷണം നടത്തുന്ന കേരളത്തിലെ പല സീനിയറായിട്ടുള്ള സയൻറ്റിസ്റ്റുമാരുടെ ഉപദേശം തേടാനായിട്ട് ഞാൻ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ ഞാൻ ഒരു വിസിറ്റ് നടത്തുകയുണ്ടായി. അപ്പോൾ ആ ഒരു ശാസ്ത്രജ്ഞന്മാരായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവരാദ്യമേ എന്നോട് പറഞ്ഞത്, മോളെ, ഈ ഒരു വിഷയം നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം കേരളത്തിലോ ഇന്ത്യയിലോ ഇതിനെക്കുറിച്ച് വർക്ക് നടക്കുന്നില്ല. പിന്നെ ഇതൊരു വളരെ പ്രിമിറ്റീവായിട്ടുള്ളൊരു ഇൻസെക്റ്റാണ്. ഇതിന് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് മോള് ഇതിലോട്ട് ഇനി മുമ്പോട്ട് പോകണ്ട, പെട്ടെന്ന് തന്നെ ഈ ഒരു സബ്ജക്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് വേറൊരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യണം. അത് കേട്ടപ്പോൾ ഞാനാകെ തളർന്നു പോയി. കാരണം ഓൾറെഡി 3 വർഷം അതിന് വേണ്ടിയിട്ട് ഞാൻ സമയം സ്പെൻഡ് ചെയ്തു. കുറേ ജില്ലകളിൽ സന്ദർശിച്ച് കുറേ ഇൻസെക്റ്റുകളെ ഞാൻ കളക്ട് ചെയ്തു. പക്ഷേ എനിക്കൊന്നും തന്നെ എൻ്റെ കഴിവുകൊണ്ട് ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും സാധിച്ചില്ല. അപ്പോഴൊക്കെ എൻ്റെ അമ്മ എന്നോട് പറയും, മോള് കൃപാസനത്തിൽ പോയിട്ട് ഒരു ഉടമ്പടിയായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ അത് നടക്കുമെന്ന് കൂടെ എന്നോട് പറയാറുണ്ടായിരുന്നെങ്കിലും ഞാൻ എന്തിനാണ് അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുന്നത്? അല്ലാണ്ട് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പറ്റാവുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഞായറാഴ്ചകളിൽ ഞാൻ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്. കുടുംബ പ്രാർത്ഥനയും പരമാവധി ഞാൻ ഒഴിവാക്കാറില്ല. ബൈബിൾ വായന എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു 6 വർഷം മുമ്പോട്ട് പോയിട്ടും എനിക്ക് ഒരു പ്രോഗ്രസ്സും ഉണ്ടായില്ല. അവസാനം ഞാൻ അമ്മ പറഞ്ഞതുപോലെ അമ്മേനെ അനുസരിക്കാൻ തീരുമാനിച്ചു.
അങ്ങനെ 2022 നവംബർ മാസത്തിലാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത്. അപ്പോൾ മാതാവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വിശുദ്ധീകരണം വന്നു. എല്ലാ ദിവസവും ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും ബൈബിൾ വായനയ്ക്കായിട്ട് ഞാൻ ഒരു അരമണിക്കൂർ ഞാൻ സമയം ചെലവഴിക്കാനായിട്ട് തുടങ്ങി. പിന്നീട് ഞാൻ എൻ്റെ റിസർച്ച് ലാബിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രബന്ധങ്ങൾ ഞാൻ ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്ത് വായിക്കും. അപ്പോൾ ഒരു പേര് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. അതായത് ഓസ്ട്രേലിയയിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലുള്ള ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേര് എൻ്റെ മനസ്സിൽ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാധ്യസ്ഥം കൊണ്ട് ഒരു പേര് സ്ട്രൈക്ക് ചെയ്തു, ഡോക്ടർ ഗ്രേം സ്മിത്ത്. അപ്പോൾ എനിക്ക് മാതാവ് ഉള്ളിലിരുന്ന് തന്നെ തോന്നിപ്പിക്കുകയാണ്, ആ ഒരു സയൻറ്റിസ്റ്റിന് മോളൊരു ലെറ്റർ എഴുത്, മോളുടെ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് മോളെ സഹായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചുകൊണ്ട് ഒരു ലെറ്റർ എഴുതാൻ പറഞ്ഞിട്ട് മാതാവ് എന്നെ കൊണ്ട് തോന്നിപ്പിക്കുകയാണ്. എപ്പോഴും മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിൽ ഞാൻ പിടിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ലാബിൽ തന്നെ ഒരുപാട് റിസർച്ച് സ്കോളേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അവരും അവരുടെ ഇതുപോലെയുള്ള ഡിഫിക്കൽട്ടി സിറ്റുവേഷൻസിൽ ഫോറിൻ ഓതേഴ്സായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ അവരത്രയും തിരക്കുള്ള മനുഷ്യരായതുകൊണ്ട് പലപ്പോഴും തിരിച്ചൊരു റിപ്ലൈ കിട്ടാറില്ല. പക്ഷെ മാതാവിൻ്റെ ഒരു ഇടപെടൽ മൂലം ഞാൻ മനസ്സോടെ ഞാനൊരു ഇമെയിലിൽ എൻ്റെ ബുദ്ധിമുട്ട്, ഞാൻ കേരളത്തിൽ നിന്നുള്ളൊരു ഗവേഷകയാണ്, ഞാൻ സിൽവർ ഫിഷിലാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷേ എനിക്കിതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഞാനൊരു മെയിൽ അയച്ചു. വിത്തിൻ 20 മിനിറ്റ്സിനുള്ളിൽ വലിയൊരു ലെറ്ററാണ് എനിക്ക് തിരിച്ചു വന്നത്. അപ്പോൾ സാറിന് ഭയങ്കര സന്തോഷമായി. കാരണം ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാനായിട്ട് ആരും മുമ്പോട്ട് വരുന്നില്ല. കാരണം അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു മേഖലയാണത്. സിൽവർ ഫിഷിനെ കുറിച്ച് പഠിക്കാനായിട്ട് മുമ്പോട്ട് വരാത്തതും അതിൻ്റെ അത്രയും ഡിഫിക്കൽട്ട് സ്ട്രക്ചർ ആയതുകൊണ്ടാണ്. അപ്പോൾ സാറ് എല്ലാ ഹെൽപ്പും വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ഒരു ലെറ്ററാണ് എനിക്ക് അയച്ചത്. അതുമാത്രമല്ല, ഞാൻ എൻ്റെ പഠനകാലത്ത് ഈ ഒരു 6 വർഷം കൊണ്ട് പല പേപ്പേഴ്സ് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതെല്ലാം സ്പാനിഷിലും ലാറ്റിൻ ലാംഗ്വേജസിലൊക്കെയാണ് ഫോറിൻ ഓതേഴ്സ് അത് എഴുതിയിരിക്കുന്നത്. അതൊന്നും ഡൗൺലോഡബിൾ ഫോമാറ്റിലല്ല. ഡൗൺലോഡ് ചെയ്താലേ എനിക്കിത് വായിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റഡീസ് എനിക്ക് ഇമ്പോസിബിൾ ആയിരുന്നു. അപ്പോൾ ഈ ഒരു വ്യക്തിയായിട്ട് പരിചയപ്പെട്ടപ്പോൾ ഈ വ്യക്തിയിലൂടെ വീണ്ടും മാതാവ് ഇടപെടുകയാണ്. മാതാവ് എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തി ഈ ഒരു സ്പാനിഷിലും ലാറ്റിൻസിലും ഉള്ള ഈ ഒരു ലെറ്റേഴ്സെല്ലാം, ഈ പഠനങ്ങളെല്ലാം എനിക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതെല്ലാം ഒരു പെൻ ഡ്രൈവിലാക്കി എനിക്കത് അയച്ചു തന്നു. ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു അത് ദൈവം, മാതാവ് എവിടെയോ ഇരുന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് ആ ഒരു ശാസ്ത്രജ്ഞന്മാരിലൂടെ വർക്ക് ചെയ്തതാണ്. കാരണം ഒരിക്കലും ഒരു സീനിയറായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞന്മാർ ഒരിക്കലും ഇത്രയും എഫേർട്ട് എടുക്കില്ല. അവരെനിക്ക് കുറേ ഹാർഡ് കോപ്പീസും പെൻ ഡ്രൈവും ഒക്കെ ആക്കി എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അവർ കുറേ ഡയറക്ഷൻസ് പറഞ്ഞു തന്നു, ഡൈസെക്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാം എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ വീണ്ടും പ്രതീക്ഷയോടുകൂടി, മാതാവിൻ്റെ കാശുരൂപം എപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പ്രാർത്ഥിക്കും. പ്രതീക്ഷയോടുകൂടി ഞാൻ മൈക്രോസ്കോപ്പിന് മുമ്പിലെത്തുകയാണ്. വീണ്ടും അവർ പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് മൈക്രോസ്കോപ്പിലൂടെ ഇതിനെ ഞാൻ ഡൈസെക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ വീണ്ടും എനിക്ക് എൻ്റെ കണ്ണുകൾ കൊണ്ട് പല സ്ട്രക്ചേഴ്സും കാണാനായിട്ട് പറ്റുന്നില്ല. വീണ്ടും ഞാൻ ഭയങ്കര നിരാശയായി. വീണ്ടും ഞാൻ അപ്പോഴൊക്കെ ഞാൻ ബൈബിളാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി ഞാൻ ബൈബിളിലോട്ട് കുറച്ചും കൂടി ആഴപ്പെട്ടു. കാരണം മനുഷ്യരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതാർക്കും മനസ്സിലാവില്ല. ആരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവർ എന്നോട് തിരിച്ചു പറയുക, എൻ്റെ മോളെന്ന് വെച്ചാൽ ഇത് തീരെ പറ്റുന്നില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോ, എന്തായാലും ഒരു 3-4 വർഷം നമുക്ക് മിസ്സായി, സാരില്ല, ഇനി നമുക്ക് സമയമുണ്ട്, ഒരു പുതിയ ടോപ്പിക് എടുത്തോ, എന്നിട്ട് അതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഒരു ആൻസർ മാത്രമാണ് എനിക്ക് തിരിച്ച് കിട്ടുക. അപ്പോൾ ഞാൻ കൂടുതലും ബൈബിൾ വായനയിലോട്ട് കടക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ എൻ്റെ റിസർച്ച് ലാബിൽ ഞാൻ എൻ്റെ ബൈബിൾ കൊണ്ടുവയ്ക്കും. എന്നിട്ട് എനിക്ക് ഡൈസെക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കും. സ്ട്രക്ചേഴ്സ് ഒന്നും തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല, എൻ്റെ കണ്ണുകൾ കൊണ്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ ബൈബിൾ തുറന്ന് വായിക്കും. അങ്ങനെ വായിച്ചപ്പം എനിക്ക് കിട്ടിയൊരു വചനം ഇതായിരുന്നു. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ അധ്യായം 23 വാക്യങ്ങൾ 19-ാം തിരുവചനം, കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണ്. അപ്പോൾ അത് എനിക്ക് തന്നൊരു വചനമായിട്ട്, കാരണം എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്തൊരു കാര്യം ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ട്, കാരണം ആ മൈക്രോസ്കോപ്പ് നമുക്കറിയാം ചെറിയ വസ്തുക്കളെ ഒരുപാട് വലുതാക്കി കാണിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് മൈക്രോസ്കോപ്പ്. പക്ഷെ അതിനേക്കാളും പ്രകാശവും വ്യക്തതയുമുള്ള
എൻ്റെ കർത്താവിൻ്റെ കണ്ണുകൾ വെച്ചുകൊണ്ട് എനിക്ക് ആ ഒരു സ്ട്രക്ചേഴ്സ് പഠിക്കാൻ പറ്റും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. എല്ലാ ദിവസവും പിറ്റേ ദിവസം മുതൽ ഞാൻ ഡിസക്ഷനിലേക്ക് വേണ്ടിയിട്ട് വരുമ്പം ഈ ഒരു വചനം ഒരു നോട്ട്ബുക്ക് ഞാൻ കീപ്പ് ചെയ്ത് ഈ ഒരു വചനം 10 തവണ ഞാൻ എഴുതും. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ, എൻ്റെ ഈശോയെ, എൻ്റെ ഈശോ എന്നിലൂടെ ഈശോയുടെ കണ്ണുകൾ പ്രവർത്തിക്കണമേ, ഈ ഒരു സ്ട്രക്ചർ പഠിക്കാനായിട്ടുള്ള ബോധ്യം എനിക്ക് മനസ്സിലാക്കി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഡിസക്ഷനിലോട്ട് ഇരിക്കുന്നത്. പിന്നീട് എനിക്ക് ആ ഒരു ഡിസക്ഷൻ പ്രോസസ്സ് വളരെ സിമ്പിളായി തോന്നി. എനിക്ക് പരിചയമില്ലാതിരുന്ന പല സ്ട്രക്ചേഴ്സും എനിക്ക് വളരെ ഈസി ആയിട്ട് എൻ്റെ കർത്താവിൻ്റെ കണ്ണുകളിലൂടെ എനിക്ക് പഠിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ 6 വർഷം കൊണ്ട് എനിക്ക് സാധിക്കാതിരുന്ന എൻ്റെ പഠനം 2 വർഷം കൊണ്ട് 2022 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. 2022 നവംബർ മാസത്തിലാണ് എൻ്റെ ഗവേഷണം പൂർത്തിയാക്കി. മിനിഞ്ഞാന്ന്, അതായത് 15-ാം തീയതി, ഡിസംബർ 15-ാം തീയതി 2025 ഡിസംബർ 15-ാം തീയതിയാണ് എക്സാമിനേഴ്സ് ഓഫീഷ്യൽസൊക്കെ വന്നിട്ട് എൻ്റെ ഗവേഷണം അവർ പഠിച്ച് എനിക്ക് ഡോക്ടറേറ്റ് തരികയുണ്ടായി. ഇപ്പം ഞാൻ ഷീബ റാഫേൽ അല്ല, നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്നത് ഡോക്ടർ ഷീബ റാഫേലായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ പഠനത്തിലൂടെ കേരളത്തിന്, ലോകത്തിന് തന്നെ കർത്താവിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് അത്രയും സങ്കീർണമാണ്. അപ്പോൾ ഞാൻ ദൈവത്തിന് വീണ്ടും നന്ദി പറയാണ്. ആ ഒരു സൃഷ്ടിയുടെ ചെറിയൊരു കണ്ണിക മാത്രമാണ് ഞാൻ പഠിച്ചത്. ആ ഒരു കണ്ണിക പഠിക്കാനായിട്ട് ഞാൻ ദീർഘമായിട്ടുള്ള 8 വർഷങ്ങളാണ് എടുത്തത്. അത് എൻ്റെ ഒരു കഴിവ് കൊണ്ട് ഞാൻ 6 വർഷം ഞാൻ വേസ്റ്റ് ചെയ്തു. പക്ഷെ ദൈവത്തിൻ്റെ കഴിവിൽ ഞാൻ ആശ്രയിച്ചപ്പോൾ അത്രയും സ്പീഡപ്പാക്കിയിട്ട് എൻ്റെ ഒരു ഗവേഷണം, എൻ്റെ പ്രബന്ധത്തിൽ 6 ചാപ്റ്റേഴ്സാണുള്ളത്. ഈ ഒരു 6 ചാപ്റ്റേഴ്സ് എനിക്കൊരു 2 വർഷം കൊണ്ട് എഴുതി തീർക്കാൻ സാധിച്ചു. അതുമാത്രമല്ല, ലോകത്തിന് അജ്ഞാതമായിട്ടുള്ള 2 പുതിയ സ്പീഷീസുകളെ എനിക്ക് ലോകത്തിന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റി. ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 5 സ്പീഷീസും കേരളത്തിന് പുതിയതാണ്. കാരണം കേരളത്തിൽ 0 റിപ്പോർട്ടാണ്. എൻ്റെ ഗവേഷണത്തിന് മുമ്പ് കേരളത്തിൽ 0 റിപ്പോർട്ടായിരുന്നു. എൻ്റെ ഗവേഷണത്തിന് ശേഷം 5 സ്പീഷീസ് ഞാൻ റിപ്പോർട്ട് ചെയ്തില്ല. 5ഉം കേരളത്തിന് പുതിയതാണ്. അതിൽ 2 എണ്ണം ലോകത്തിന് തന്നെ എനിക്ക് സമ്മാനമായിട്ട് കൊടുക്കാനായിട്ട് പറ്റി. അത് എൻ്റെ മാതാവിൻ്റെയും എൻ്റെ പൊന്നു തമ്പുരാൻ്റെയും സാന്നിധ്യം കൊണ്ടും സഹായം കൊണ്ടും മാത്രമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതുമാത്രമല്ല, എൻ്റെ ഓപ്പൺ ഡിഫൻസ് മിനിഞ്ഞാന്നായിരുന്നു. അപ്പോൾ ഞാനൊരു അധ്യാപികയാണെങ്കിലും ഒഫീഷ്യൽസൊക്കെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ എനിക്കും എൻ്റെ ഗൈഡിനും ഉണ്ടായിരുന്നൊരു ടെൻഷൻ. നന്നായിട്ട് തന്നെ ഗവേഷണം പൂർത്തിയാക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ അത് നല്ല രീതിയിൽ ഒരു ക്രൗഡിൻ്റെ മുമ്പിൽ ഷീബയ്ക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എൻ്റെ ഗൈഡിന് ഭയങ്കര ഒരു ടെൻഷനുള്ള കാര്യമായിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ എൻ്റെ കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ടാണ് ആ സ്റ്റേജിൽ കയറുന്ന വരയ്ക്കും എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ കാശുരൂപം പിടിച്ച് ഞാൻ ആ സ്റ്റേജിലേക്ക് എൻ്റെ പ്രബന്ധം അവതരിപ്പിക്കാനായിട്ട് കയറിയപ്പോൾ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. ഒരു ആത്മാവിൻ്റെ അരൂപി എൻ്റെ മേൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് ഒരു ഫീലിംഗ് എനിക്ക് നന്നായിട്ടുണ്ടായി. വളരെ കൂളായിട്ട് എനിക്ക് അവർ ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ നന്നായിട്ട് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റി. എൻ്റെ ഡിസ്കവറീസ് എല്ലാം ആ ഒരു ക്രൗഡിൻ്റെ മുമ്പിൽ വളരെ സ്മൂത്തായിട്ട് എനിക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ടും സാധിച്ചു. എന്നെ ഈ ഒരു നിലയിലേക്ക് ഉയർത്തിയ എൻ്റെ തമ്പുരാന് എനിക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഒരു ജീവിത നവീകരണമാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിക്കും. അതിനുവേണ്ടി പക്ഷേ ഞാൻ സമയമൊന്നും സ്പെൻഡ് ചെയ്യാറില്ല. സമയം കിട്ടുമ്പോൾ മിക്കവാറും സൺഡേസ് മാത്രമാണ് ഞാൻ കുർബാനയ്ക്ക് പോകാറുള്ളൂ. ബൈബിൾ വായന തീരെയില്ല. കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് വായിക്കുന്ന 2-3 മിനിറ്റ് ആ ഒരു ബൈബിൾ റീഡിങ് മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ തൃശ്ശൂർ ഇത്രയധികം പള്ളികളുണ്ടോ എന്നുള്ളത് മനസ്സിലായത് ഇപ്പോഴാണ്. കാരണം എനിക്ക് എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ എനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. ആ ഒരു ദിവസം എനിക്ക് ഇൻകംപ്ലീറ്റ് ആയൊരു ഫീലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ പള്ളികളിലെയും ടൈമിങ്സൊക്കെ ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് എനിക്കൊരു ടൈം ശരിയായിട്ടില്ലെങ്കിൽ അടുത്ത ടൈമിലോട്ട് ഞാൻ കടന്ന് ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയിട്ട് ഞാൻ വിശുദ്ധ ബലി അർപ്പിക്കും. എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായാലും അതുവരെ എനിക്ക് സമയമില്ല. എനിക്ക് കുമ്പസാരിക്കാൻ സമയമില്ല, എനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സമയമില്ല. അപ്പോൾ ഇപ്പോഴും എനിക്ക് ജോലി തിരക്കാണ്. തിരക്കുണ്ട്. ഞാൻ ഗവേഷണം ചെയ്യുന്നുണ്ട്, കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, എനിക്ക് 2 മക്കളുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. പക്ഷേ ഈ ജോലി തിരക്കിനിടയിലും എനിക്കിപ്പോൾ സമയം കിട്ടുന്നുണ്ട്.
അപ്പോൾ ആ ദൈവത്തോട് കൂടിയായിരിക്കുമ്പം എനിക്ക് ലഭിക്കുന്ന ഒരു മാനസികമായിട്ടൊരു സന്തോഷം എനിക്ക് ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ദൈവത്തിന്, മാധവന് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഞാൻ എത്ര വളർന്നു വന്നാലും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ എന്നെ തുടർന്ന് കൊണ്ടുപോകണമേ എന്ന് ഞാൻ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. കാരുണ്യ പ്രവർത്തികൾ, ഞാനൊരു ടീച്ചിങ് ഫീൽഡിലായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് മറ്റ് സ്ഥലങ്ങളിലോട്ട് പോയിട്ട് എനിക്ക് രോഗികളെ കാണേണ്ട ആവശ്യമില്ല. പലപ്പോഴും എൻ്റെ സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ട പല വ്യക്തികളും എന്നെ ഇങ്ങോട്ട് പലപ്പോഴും അപ്രോച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. സ്റ്റുഡൻസിനെ ആയാലും എനിക്ക് പറ്റുന്ന രീതിയിൽ വീക്കായിട്ടുള്ള കുട്ടികളെ ഞാൻ അവർക്ക് വേണ്ട ഡയറക്ഷൻസ് കൊടുക്കും. അപ്പോൾ അവരെ എന്നോടൊപ്പം ചേർത്ത് നിർത്താനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ബൈബിൾ വായന ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ എല്ലാ മാസവും പത്രം ഞാൻ കൊടുക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഒത്തിരി സ്പീഡായിട്ട് അത് ചെയ്യാൻ പറ്റില്ല. കാരണം പല സ്ഥലങ്ങളിലും പത്രം കൊടുക്കുമ്പോൾ അവർ പത്രം വാങ്ങുമെങ്കിലും ഞാൻ നടന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവർ പല സ്ഥലങ്ങളിലും അത് അങ്ങനെ എറിഞ്ഞ് കളയുന്ന ഒരു ടെൻഡൻസി ഞാൻ പലപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പത്രം കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് എന്താ പറയുക, ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ഞാൻ കൊടുക്കാറുള്ളത്. അപ്പോൾ പലപ്പോഴും ഞങ്ങളുടെ വീടിനടുത്തുള്ള ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലും അതുപോലെ ഓട്ടോറിക്ഷ ഇടുന്ന ആ സ്ഥലങ്ങളിലും ഞാൻ പിന്നെ ഷോപ്പിൽ പോകുമ്പം അവിടെയുള്ളവർക്കുമാണ് എനിക്ക് തോന്നണം, ഒരു വ്യക്തിനെ കാണുമ്പം അവരത് വായിക്കും എന്നെനിക്ക് ഉറപ്പുള്ള ആളുകൾക്ക് മാത്രമാണ് ഞാൻ കൊടുക്കാറുള്ളത്. അതുകൊണ്ട് ഒത്തിരി ഞാൻ വളരെ ഫാസ്റ്റായിട്ട് ഒരു പ്രോസസ്സ് ഞാൻ കംപ്ലീറ്റ് ആക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി ലാഗ് വരുത്തിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും ദൈവമാതാവിനും എൻ്റെ പൊന്നു തമ്പുരാനും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.